ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ ഹെയർ വ്ളോഗാണ്. ഞാൻ നേരത്തെ പിങ്ക് ഹെയർ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് ഞാൻ ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ ഞാൻ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചും കൂടെ നന്നായേനേന്ന് എനിക്ക് പിന്നീട് ഫീൽ ചെയ്തു. അപ്പോൾ അതെൻ്റെ കുറച്ച് ഒപ്പീനിയൻസും സജഷൻസൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അത് ശരിക്കും ഞാൻ പിങ്ക് ഹെയർ ആണ് ചെയ്തത്. പക്ഷേ ഇപ്പോൾ പിങ്ക് ഹെയർ അല്ല, ഏതൊരു കളറ് ചെയ്യുമ്പോഴും നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ച് നന്നായിരുന്നേനെ. അതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. പിന്നെ ഈ കേരളത്തിൽ തന്നെ ഞാനാണോ ഫസ്റ്റായിട്ട് ഇത്രയും പിങ്ക് ഹെയർ അടിച്ചതെന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഞാൻ ഒത്തിരി സെർച്ച് ചെയ്ത് ഇത് ചെയ്യുന്നതിന് മുന്നേ ഈ കേരളത്തിൽ ആരെങ്കിലും ഇത് അടിച്ചിട്ടുണ്ടോയെന്ന്. അപ്പോൾ എനിക്ക് ആരുടെയും പിക്ചറൊന്നും കിട്ടിയില്ല. ഗൂഗിളിലാണെങ്കിലും പിൻട്രസ്റ്റിലും യൂട്യൂബിലും ഞാൻ തപ്പി കേട്ടോ, എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അതൊരു ആരും ചെയ്യാത്തൊരു കാര്യം ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു ഭയങ്കര ഒരു ആഗ്രഹമാണ്. പിന്നെ ആ സമയത്ത് ശരിക്കും എനിക്ക് പേർപ്പിൾ കളർ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ എങ്കിൽ ഞാൻ നോക്കിയപ്പോൾ ആ സമയത്ത് പേർപ്പിൾ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ പുറത്ത് പോകുമ്പോൾ എപ്പോഴും നമുക്ക് പേർപ്പിൾ ഷെയ്ഡ്സ് അടിച്ച് കുറേ ആൾക്കാരെ കാണാം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പേർപ്പിളിൽ നിന്ന് വീണ്ടും പിങ്കിലോട്ട് വന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഒരു പക്ഷേ പേർപ്പിൾ ചെയ്തേനെ. പിന്നെ പിങ്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതാണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ ഒരെണ്ണം തന്നെ ആയിരുന്നു പിങ്ക് ഹെയർ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ടും എനിക്ക് പിങ്ക് ഹെയർ കളർ കിട്ടുന്ന ഒരു സലൂൺ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല, ഒരു പാർലർ. അപ്പോൾ ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒത്തിരി ഫങ്ഷൻസൊക്കെ വന്നിരുന്നു. പക്ഷേ ഞാൻ ഒത്തിരി പാർലറിൽ പോയെങ്കിലും അവർക്ക് പിങ്ക് ഹെയർ ഇല്ല, എൻ്റെ പിങ്ക് കളറില്ല. എൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ പിങ്ക് കളർ ചോദിച്ചിട്ട് അങ്ങനെ അധികം ആരും വരാറില്ല. അപ്പോൾ അവർക്കും അതൊരു ലോസ് ആവും. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ചില പാർലറിൽ പോയിട്ട് അവർ പറയും, നിങ്ങൾ പറഞ്ഞ ഓർഡർ തരുവാണെങ്കിൽ അവർ വരുത്തിക്കാമെന്ന് പറയും. പക്ഷേങ്കിൽ അതൊരു 1 month അല്ലെങ്കിൽ എന്തായാലും ഒരു 15 to 20 days മേലോട്ട് എടുക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫങ്ഷൻസൊക്കെ നമ്മൾ ചിലപ്പം 2 days മുന്നേ ആയിരിക്കും നമ്മൾ അറിയുന്നത്. അപ്പം നമുക്ക് അത്രയും ഡേയ്സ് കഴിഞ്ഞ് വെയിറ്റ് ചെയ്യാനുള്ള ടൈമില്ല. അപ്പം ഒരു 2 വട്ടം ഞാൻ ഹെയർ കളർ ചെയ്തിട്ടുണ്ട് കോളേജ് പഠിക്കുമ്പോൾ. ഒരെണ്ണം ഒരു ബർഗണ്ടി ഷെയ്ഡാണ്. ഞാൻ എൻ്റെ ഇത്രയും പോർഷൻ ക്രൗൺ ഏരിയ ആണ് കേട്ടോ ചെയ്തത്. പിന്നെ ഞാനൊരു ഹണി ബ്രൗൺ ഷെയ്ഡും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ സ്ട്രീക്സ് ആയിട്ടാണ്, ബാക്കിൽ ഇങ്ങനെ സ്ട്രീക്സ് ആയിട്ടാണ് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഞാൻ മിക്കപ്പോഴും ഞാൻ എൻ്റെ ഹെയർ ബണ്ണിലാണ് കെട്ടുന്നത്. അപ്പോൾ കാരണം എനിക്കിങ്ങനെ മുടി അഴിച്ചിടുന്നതിനെക്കാട്ടിൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ പുറത്തൊക്കെ പോകുമ്പോൾ, എസ്പെഷ്യലി ഒത്തിരി ചൂടൊക്കെ ആകുമ്പോൾ ഭയങ്കര കംഫർട്ടബിളാണ് ബൺ കെട്ടുന്നത്. അപ്പോൾ ഈ 3 സ്ട്രീക്സ് ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അത് കാണാൻ, എല്ലാവരും പറയുകയും ചെയ്യും. പക്ഷെ ആ സമയത്തൊക്കെ എനിക്ക് പിങ്ക് കളർ ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എവിടെയും പിങ്ക് കിട്ടത്തുമില്ല, അവർക്ക് സ്റ്റോക്ക് ഇല്ല, അല്ലെങ്കിൽ ഒത്തിരി ടൈം എടുക്കും. പക്ഷേങ്കിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ പെട്ടെന്നൊരു ഫാഷൻ ഷോ വന്നു, ട്രിവാൻഡ്രം ഫാഷൻ നൈറ്റ്. അപ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്ത ഡ്രസ്സ് നമ്മുടെ മോഡൽസ് ഇടുന്നതിൻ്റെ കൂടെ നമ്മളും കൂടെ റാമ്പ് വാക്ക് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു ഫങ്ഷൻ വന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഒന്നുകൂടെ തപ്പാം. അത് ട്രിവാൻഡ്രത്ത് വെച്ചാണ് കേട്ടോ ആ ഒരു ഫങ്ഷൻ നടന്നത്. അപ്പോൾ അവിടെ കുറേ പാർലറിൽ ഞാൻ പോയി തപ്പിയിട്ട് ഒരു പാർലറിൽ പിങ്ക് ഹെയർ ഉണ്ടായിരുന്നു, പിങ്ക് കളർ ഉണ്ടായിരുന്നു, അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് അവർ ഒരു ബോർഡ്, ഒരു കളർ ഷെയ്ഡ് കാർഡ് കാണിച്ചു തരും. അപ്പോൾ അതിനകത്ത് അവർക്ക് എല്ലാ ടെമ്പററി ഷെയ്ഡ്സ്, ഈ പിങ്ക് അല്ലെങ്കിൽ ഓറഞ്ച്, ഗ്രീന് അങ്ങനത്തെ വരുന്ന കളേഴ്സ് എല്ലാം ടെമ്പററി ഷെയ്ഡ്സിൻ്റെ അണ്ടറിലാണ് അവർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ പിങ്ക് 2 ടൈപ്പ് ഓഫ് പിങ്ക് അവർക്കുണ്ടായിരുന്നു. ഒരെണ്ണം പിങ്കും പിന്നെ ഒരെണ്ണം മജന്ത ഷെയ്ഡും. അപ്പോൾ ശരിക്കും എനിക്ക് പിങ്ക് കളറായിരുന്നു ഇഷ്ടം. പക്ഷേങ്കിൽ അത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഭയങ്കര നിയോൺ ഫീലിംഗ് തോന്നി, ഭയങ്കരമായിട്ട് കളർ തോന്നി. അപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നപ്പോൾ അവർ എനിക്ക് സ്വാച്ച് ചെയ്ത് തന്നു. ഉള്ളിൽ നിന്ന് കുറച്ച് ഹെയർ എടുത്തിട്ട് 2 ബണ്ടിൽ ഇങ്ങനെ ഹെയർ എടുത്തിട്ട് അവർ സ്വാച്ച് ചെയ്ത് തന്നു 2 കളറും. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ വിചാരിച്ച പോലെ തന്നെ ഈ പിങ്ക് എന്ന് പറയുന്ന കളറ് കുറച്ച്
ഭയങ്കര നിയോണായിട്ട് നിൽക്കുന്ന ഭയങ്കര എറിച്ച് നിൽക്കുന്ന കളറാണ്. അതുകൊണ്ട് എനിക്ക് മജന്ത എടുത്തു, ഞാൻ സെലക്ട് ചെയ്തു. പിന്നെ എൻ്റെ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എനിക്ക് സ്ട്രീക്സ് ആയിരുന്നു താല്പര്യം. പക്ഷേ ഈ സ്ട്രീക്സ് ഞാൻ നേരത്തെ ട്രൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ഓംബ്ര എഫക്റ്റും അവർ സജസ്റ്റ് ചെയ്തു. നമ്മുടെ ലോവർ പോർഷൻ ഇത്രയും നിങ്ങൾ ഫോട്ടോ കണ്ടില്ലേ, ഞാൻ വേറെ ഫോട്ടോസ് ഇടുന്നതായിരിക്കും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ പ്രോസസ്സ് എല്ലാം. അപ്പോൾ ഈ ഓംബ്ര എഫക്റ്റ് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു അതൊന്ന് ട്രൈ ചെയ്യാമെന്ന്. പക്ഷെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നി കുറച്ചും കൂടെ കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞിരുന്നെങ്കിൽ നന്നായിട്ടുണ്ടാവുമെന്ന്. അപ്പോൾ ഞാൻ ഓംബ്ര എഫക്റ്റ് സെലക്ട് ചെയ്തു. ഇത് രണ്ടിനും അവർ 3000 ആണ് കേട്ടോ ചാർജ് ചെയ്തത്. അതായത് സ്ട്രീക്സ് ചെയ്താലും അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു ലോവർ പോർഷൻ ചെയ്താലും അവർ പറഞ്ഞ 3000 റുപ്പീസ്. അപ്പം ഞാൻ വിചാരിച്ചു ഓൾറെഡി സ്ട്രീക്സ് ചെയ്തതുകൊണ്ട് ഇത് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചാണ് എടുത്തത്. അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ എനിക്ക് 2 ഇഞ്ച് ചെയ്താൽ മതി എന്നാണ് കേട്ടോ. 2 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ വരത്തുള്ളൂ, 2 ഇഞ്ച്. പക്ഷേ നമുക്ക് ഇപ്പോൾ ഈ ക്ലോത്തിനെ പറ്റിയും അങ്ങനത്തെ സ്റ്റിച്ചിങ്ങും ഈ മെഷർമെൻറ്റ്സ് അറിയാവുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ഇഞ്ചിൻ്റെ ബേസിസിലൊക്കെ ചിലപ്പോൾ മെഷർമെൻറ്റ്സ് അറിയണം എന്നില്ല. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്ന ആൾ ഹിന്ദിക്കാരനാണ്, നോർത്ത് ഇന്ത്യൻ ആണ്. അപ്പോൾ പുള്ളിക്കാരൻ ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായി, ഞാൻ ഹിന്ദി തന്നെ സംസാരിച്ചത്. പക്ഷേ എങ്കിൽ ആൾക്ക് മെഷർമെൻറ്റ് 2 ഇഞ്ച് എന്ന് വെച്ചാൽ എത്രയെന്ന് അറിഞ്ഞൂടായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലീച്ച് ചെയ്ത് കേട്ടോ ആദ്യം. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഈ ഹൈലൈറ്റ് ഭയങ്കര കളേഴ്സായിട്ട് വരുന്ന ഈ ഹെയർ കളറ് നമ്മുടെ ബ്ലാക്ക് ഹെയറിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലീച്ച് ചെയ്ത് നമ്മുടെ ഈ ബ്ലാക്ക് ഹെയർ ആദ്യം വൈറ്റ് ആക്കും. അതിൻ്റെ പിക്ക് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുന്നേ 2 വട്ടം കളറ് ചെയ്തപ്പോഴും അത്ര കളർ വന്നിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ബർഗണ്ടി ചെയ്തു, ബാക്കിൽ സ്ട്രീക്സ് ഹണി ബ്രൗൺ ചെയ്തു എന്ന്. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സൺലൈറ്റിൽ പോകുമ്പോൾ മാത്രമേ ആ ഒരു ഷെയ്ഡ് ഇവിടെയൊക്കെ ഒന്ന് ഷൈൻ ചെയ്ത ആ കളറ് കാണത്തുള്ളൂ. അല്ലാതെ ഫോട്ടോസിലൊന്നും ആ കളറ് വരില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഇതിനും അത്ര പിങ്ക് കളറൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു. പക്ഷേ എങ്കിൽ അവർ ബ്ലീച്ച് ചെയ്തിട്ടാണ് ചെയ്തത്. അപ്പോൾ ബ്ലീച്ച് ചെയ്തപ്പോൾ അവർ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുടിയുടെ ഇത്രയും പോർഷൻ തൊട്ട് ഇത്രയും പോർഷൻ വരെ ഏതാണ്ട് ഒരു 8 ഇഞ്ചോളം ബ്ലീച്ച് ചെയ്തു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ ഇപ്പോൾ ചെയ്തു വരുമ്പോഴത്തേക്ക് ഒത്തിരി ആയി പോവല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഫോട്ടോയിലെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഭയങ്കര ഒരു കൺഫ്യൂഷനായിട്ടാണ് ഞാൻ അവിടെ ഇരുന്നത്. പക്ഷെ അപ്പോൾ ഞാൻ ഈ ചെയ്ത ആളുടെ ഹെയർ സ്റ്റൈലിസ്റ്റിനെ വിളിച്ചിട്ട് ചോദിച്ചു ഇത് ഒത്തിരി ഉണ്ടല്ലോ, എനിക്ക് 2 ഇഞ്ച് മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കാണിക്കുകയും ചെയ്തു ഇത്രയും മതി എന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് ട്രിം ചെയ്യാനുള്ളതല്ലേ, ട്രിം ചെയ്യുമ്പോഴത്തേക്കും അത് കുറഞ്ഞോളും, അത്രയും വരില്ലെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടും അത് അറൗണ്ട് 6 ഇഞ്ചൊക്കെ ഉണ്ടായിരുന്നു. അതെനിക്കൊരു ഡിഫക്റ്റായിട്ട് തോന്നി. അപ്പോൾ എനിക്ക് പിന്നീട് തോന്നി പിന്നെ നമുക്ക് മെഷർമെൻറ്റ് ടേപ്പൊക്കെ ആയിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ കുറച്ചും കൂടെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും എത്ര ഇഞ്ചാണ് നമ്മൾ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഹെയർ സ്റ്റൈലിസ്റ്റിൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തിരുന്നു ലൈക്ക് ഇപ്പോൾ എനിക്ക് ഒത്തിരി ഹെയർ കട്ട് ചെയ്ത് കളയണ്ട എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അവർ പറഞ്ഞത് എന്നാൽ കട്ട് ചെയ്യാതെ ജസ്റ്റ് ട്രിം ചെയ്തിട്ട് ചെയ്തു തരാമെന്നാണ് കേട്ടോ പറഞ്ഞത്. പക്ഷെ പിന്നീട് എനിക്ക് തോന്നിയത് ലൈക്ക് നമ്മൾ ലെയർ കട്ടിലായിരുന്നു അത് ചെയ്തതെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയായേനെ. ലൈക്ക് ആ ലെയേഴ്സിൻ്റെ എൻഡിലല്ല അതിങ്ങനെ ആ ഒരു പിങ്ക് ഷെയ്ഡ് കിടന്നേനെന്ന് എനിക്ക് പിന്നീട് തോന്നി. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു ശരിക്കും 10 വാഷസ് വരെ ഈ കളർ നിൽക്കത്തുള്ളൂ, പിന്നീട് അങ്ങ് ഫെയ്ഡ് ആകുമെന്ന് പറഞ്ഞു. പക്ഷേങ്കിൽ 10 വാഷസ് ഒന്നും അല്ല കേട്ടോ, ഒരു 5 മന്ത്സോളം ആ കളർ അങ്ങനെ ഇരുന്നു. അപ്പോൾ അവർ പറഞ്ഞ പോലെ 10 വാഷസ് ഒന്നുമല്ല, ഒത്തിരി സമയം നിന്നു. പിന്നെ അവർ പറഞ്ഞു ലൈക്ക് 1 വാഷ് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് വാഷ് വരെ നമ്മുടെ കളർ ഇങ്ങനെ മുടി കഴുകുമ്പോൾ പോത്തുള്ളെന്ന് പറഞ്ഞു. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. നമ്മളെ ഈ കളറുള്ള ഡ്രസ്സൊക്കെ വാഷ് ചെയ്യുമ്പോൾ ചില ഡ്രസ്സസൊക്കെ എപ്പോൾ വാഷ് ചെയ്താലും കളറ് പോവില്ലേ, അതുപോലെ തന്നെ നമ്മൾ എപ്പോൾ ഹെയർ വാഷ് ചെയ്താലും നമ്മുടെ കളറ് പിങ്ക്
കളർ അങ്ങനെ പോവായിരുന്നു കേട്ടോ. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്തില്ല കേട്ടോ കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ഹെയർ ശരിക്കും ഡാമേജ് ആയി തന്നെ പോകുന്ന വേണം പറയാൻ. ഈ ബ്ലീച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ 2 വട്ടം ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്ലീച്ച് ചെയ്തില്ല അതുകൊണ്ട് അത്ര വലിയ പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ഇത്തവണ ബ്ലീച്ച് ചെയ്തപ്പോഴത്തേക്ക് ഹെയർ ഭയങ്കര ഡ്രൈ ആയി. നിങ്ങൾക്ക് ഫോട്ടോസിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഹെയർ നല്ല ഡ്രൈ ആയി. അതുപോലെ നമുക്ക് ചീകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ എപ്പോഴും നമ്മൾ ഹെയർ സെറം യൂസ് ചെയ്യണം, നമ്മൾ ചീവുമ്പോൾ തന്നെ കുറച്ച് സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം ആലോചിച്ചപ്പോൾ ലൈക്ക് ഒരു സേഫ് സോണിലായിരുന്നു. കാരണം ഞാൻ താഴത്തെ പോർഷൻ മാത്രം ചെയ്തതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വിചാരിച്ചു കുഴപ്പമില്ല. കാരണം ഇൻ കേസ് എന്തെങ്കിലും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടാന്ന് തോന്നുവാണെങ്കിൽ പിന്നെ എനിക്ക് അങ്ങ് ക്രോപ്പ് ചെയ്താൽ മതിയല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അത് മാത്രമല്ല, ഞാൻ റൂട്ട്സിലൊന്നും തൊട്ടിട്ടുണ്ടായിരുന്നില്ലല്ലോ ആ കളറ്. അപ്പോൾ റൂട്ട്സൊക്കെ ഭയങ്കര നാച്ചുറലായിട്ട് തന്നെ ഇരിക്കുന്നത്, അപ്പം അതിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ റൂട്ട്സിൽ നിന്ന് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം, ടോട്ടലി റൂട്ടിൽ നിന്ന് തൊടാതെ വല്ലതും ചെയ്യാൻ അവരുടെ അടുത്ത് പറയണം. ഇപ്പം ആ ക്രോപ്പ് ചെയ്ത ഹെയറൊക്കെ വളർന്നു വന്നതാണിത്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു 1 year ബാക്കാണ് കേട്ടോ അത് ചെയ്തത്. ഇപ്പം ആ ഹെയർ ഇതാണ്ട് കുറേ ഇത്തിരി വളർന്നു. എന്നിട്ട് ആ പിങ്ക് ഹെയറൊക്കെ ഇപ്പോൾ അത് ബ്ലോണ്ട് പോലെ ഓൾമോസ്റ്റ് വൈറ്റ് ഷെയ്ഡായിട്ടുണ്ട്, ഡ്രൈ ആയിട്ടായിരിക്കുന്നുണ്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അടുത്ത എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോൾ പുതിയൊരു ലുക്ക് ട്രൈ ചെയ്യാം എന്നുള്ളൊരു വിചാരത്തിലാണ് ഞാനിപ്പോൾ. എന്നാലും ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല, ഇപ്പോൾ എൻ്റെ ഹെയർ കുറച്ച് നീട്ടി വളർത്താനുള്ള പ്ലാനിലാണ്. പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനൽ ലുക്ക് അവർ ചെയ്ത് കഴിഞ്ഞപ്പം ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ. കാരണം അതവർ സെറ്റും കൂടെ ചെയ്തു തരും. നമ്മുടെ ഹെയർ ശരിക്കും എൻ്റെ ഒരു ലൈറ്റായിട്ട് ട്രിം ചെയ്തേ ഉള്ളൂ, പക്ഷെ അവർ സെറ്റ് ചെയ്ത് തന്നു ഈ ഹെയർ. അപ്പം ഭയങ്കര നല്ല ഭംഗിയായിരുന്നു അത് കാണാനായിട്ട്. പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അത് ഹെയർ കളർ ചെയ്യണം എന്ന് ഞാൻ ഒരിക്കലും ആരുടെടുത്തും പറയത്തില്ല, ഞാൻ സജസ്റ്റ് ചെയ്യത്തില്ല. പക്ഷേങ്കിൽ നമുക്ക് അതിഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം നമുക്ക് ഒരു ലൈഫല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ലൈഫിലേ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എവിടെ ഇരുന്നാലും ജസ്റ്റ് ബി ഹാപ്പി, എൻജോയ് യുവർ ലൈഫ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാമെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരിക്കലും ഞാനിത് ഞാൻ പ്രൊമോട്ട് ചെയ്യത്തില്ല. എസ്പെഷ്യലി ഇത് അറിയാത്ത ആൾക്കാർക്ക് നിങ്ങളുടെ ഹെയർ ഡാമേജ് ആവും എന്ന് തന്നെ വേണം പറയാൻ, എസ്പെഷ്യലി ഈ ബ്ലീച്ച് ഇട്ടാൽ. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ അവർ നമ്മളെ നോക്കുന്നത് കേട്ടോ. കാരണം അവരിത് വേറെ നേരത്തെ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ കുറേ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ വന്ന് ചോദിക്കും, ഇതെന്താ, ഇത് റിബണാണോ കെട്ടി വെച്ചിരിക്കുന്നതെന്നൊക്കെ ചോദിക്കും. ഞാൻ ഹെയർ ബണ്ണിലിടുമ്പോൾ അഴിച്ച് കാണിക്കാമോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ അഴിച്ച് കാണിച്ചു കൊടുക്കും കേട്ടോ. അപ്പോൾ അവർ പറയും സൂപ്പറാണ്, കാരണം അവർ വേറെ കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ട്. പിന്നെ ഞാൻ എല്ലാ ഹെയർ സ്റ്റൈലും ആ സമയത്ത് ട്രൈ ചെയ്യുമായിരുന്നു. ലൈക്ക് ഞാൻ ഹെയർ അഴിച്ചിടും, ബണ്ണ്, ബ്രെയ്ഡ്, ഹാഫ് ബണ്ണ് എല്ലാം ചെയ്യും ആ ഒരു ഹെയർ സ്റ്റൈൽ കൊണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഒരു 4-5 monthsന് ശേഷം എനിക്കൊരു ഓണം ഫങ്ഷൻ വന്നു. അപ്പോൾ ഒരു ട്രഡീഷണൽ ലുക്കിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഹെയർ ക്രോപ്പ് ചെയ്യുമായിരുന്നു. അതിൻ്റെ പിക്ക് ഞാൻ ഇടാം കേട്ടോ. അപ്പോൾ എൻ്റെ ഹെയർ ഞാൻ ഇത്രയും വരെ ആ കളറ്, അപ്പം ഞാൻ പറഞ്ഞു അവരുടെ അടുത്ത് കുറച്ച് കളർ ബാക്കി വെച്ചിട്ട് ക്രോപ്പ് ചെയ്തേക്കൂ എന്ന് പറഞ്ഞു. കാരണം എനിക്ക് ആ കളർ വീണ്ടും കുറച്ച് കളർ വേണം എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കളർ ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ കുറച്ച് കളർ വെച്ചിട്ട് ബാക്കി ഫുൾ ക്രോപ്പ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഒരു ലെയറായിട്ട് തന്നെ വെട്ടി. അപ്പോൾ നമ്മൾ ഹെയർ അപ്ഡു ഒക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് തന്നെ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇതിനെപ്പറ്റി വല്ല ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാട്ടോ. ഞാൻ നിങ്ങളുടെ ഡൗട്ട് എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓൾസോ നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ ഗൈസ്, ബൈ.